നമസ്കാരം. ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. രാജ്യത്തെ വിചാരണ തടവുകാരായി കഴിയുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും സുപ്രീം കോടതി നിലപാട് തേടി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 62(5) പ്രകാരം തടവുകാർക്ക് വോട്ടവകാശം നിരോധിച്ചത് ഏകപക്ഷീയമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയോ നിയമപരമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്യപ്പെട്ട തടവുകാർക്കാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം വോട്ടവകാശമില്ലാത്തത്. എന്നാൽ കുറ്റം തെളിയിക്കപ്പെടാത്തതിനാൽ വിചാരണ തടവുകാർക്കായി കഴിയുന്നവരെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏകപക്ഷീയമായ നിലപാടാണ് എന്നും ഹർജിക്കാരുടെ വാദം. തടവുകാരുടെ വോട്ടവകാശം സംബന്ധിച്ച് പരാമർശിക്കുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പിൽ വ്യക്തതയില്ല എന്നും അത് പൂർണ്ണമല്ല എന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ക്രിമിനൽ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ വിചാരണ തടവുകാർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നതിന്റെ യുക്തി എന്താണെന്നും ഹർജിക്കാർ ചോദിക്കുന്നു. ആശുപത്രികളിലും നഴ്സിംഗ് ഹോമുകളിലും താമസിക്കുന്നവർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് മൊബൈൽ വോട്ടിംഗ് അടക്കമുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഏർപ്പാടാക്കിയിരുന്നു. അതേസമയം വിചാരണ തടവുകാരുടെ കാര്യത്തിൽ അത്തരം നടപടിയിലേക്ക് കമ്മീഷൻ കടക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഹർജിക്കാർ ചോദിച്ചു.